ഇനി ജമ്മു കാശ്മീരിലേക്ക് ഡോഡയിൽ വീണ്ടും ഏറ്റുമുട്ടലുണ്ടായി. കാസ്തിഗഡ് മേഖലയിലാണ് ഭീകരർ 2 തവണ വെടിയുതിർത്തത്. സുരക്ഷാ സേന ശക്തമായി തിരിച്ചടിച്ചുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു. പറയൂ രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? ഈ ഡോഡ ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിരച്ചിൽ നടപടികൾ തുടരുകയായിരുന്നു. അതിനിടെയാണ് ഈ ദേശാവന മേഖലയിലാണ് ഈ ഭീകരർ ഉള്ളത് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖല പൂർണ്ണമായിട്ടും പരിശോധിക്കാനായിട്ടുള്ള നടപടികൾ സംയുക്ത സേന സ്വീകരിച്ചത്. സംയുക്ത സേനയിലുള്ളത് സൈന്യമുണ്ട്, CRPF ഉണ്ട്, ജമ്മു കാശ്മീർ പോലീസുണ്ട്. ജമ്മു കാശ്മീർ പോലീസിന്റെ സംഘാംഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രാദേശികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നടത്തിയ പരിശോധനയ്ക്ക് ഇടയിലാണ് ഉൾമേഖലയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ ഭീകരരുടെ ഭാഗത്തു നിന്ന് സൈന്യത്തിന് നേരെ വെടിവയ്പുണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുടർന്ന് ശക്തമായിട്ടുള്ള പ്രത്യാക്രമണം സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ആളപായത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും ഇതുവരെയും ലഭ്യമായിട്ടില്ല. എന്നാൽ സൈന്യം പറയുന്നത് ശുഭകരമായിട്ടുള്ള വാർത്തകൾ ലഭിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ തിരച്ചിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. 5 ഭീകരർ ഈ മേഖലയിൽ ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം സൈന്യത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായിട്ടുള്ള തിരച്ചിലിലേക്ക് സൈന്യം കടന്നത്. പക്ഷേ സൈന്യത്തിന് വലിയ ചെറുത്തുനിൽപ്പ് ഈ ഭീകരരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിലൊന്ന് അവരുടെ പക്കലുള്ള പാകിസ്ഥാൻ സൈന്യം കൈമാറിയെന്ന് ഇന്ത്യ കരുതുന്ന ആയുധങ്ങൾ ഉള്ളതുകൊണ്ടാണ്. രണ്ടാമത്തത് ഈ മേഖലയിലടക്കം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഇടങ്ങളെ കവചമാക്കിക്കൊണ്ട് അവർ നടത്തുന്ന നിഴൽ യുദ്ധമാണ്. ഏതായാലും തിരച്ചിൽ തുടരുകയാണ്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകി.